friends, welcome to Sham's World of Joy. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചീസ് ബോൾസ് ആണ്. ഇതിനായിട്ട് 3 പൊട്ടറ്റോ നന്നായിട്ട് പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് കൈകൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ചെഡാർ ചീസാണ്. ഇനി നമുക്ക് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലോട്ട് ചെഡാർ ചീസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫോർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങും ചെഡാർ ചീസും കൂടെ നന്നായിട്ട് മിക്സ് ആവണം. അപ്പം ഞാനിവിടെ ലംസ് ഒന്നും ഇല്ലാതെ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിൽ ആവശ്യത്തിന് ഉപ്പും മിക്സഡ് ഹെർബ്സും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില എന്തായാലും ചേർത്ത് കൊടുക്കാം. മിക്സഡ് ഹെർബ്സ് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ മൊസറല്ല ചീസ് കൂടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ടേക്ക് കടക്കാം. നമുക്ക് ഉണ്ടാക്കി വെച്ച ഡോയിൽ നിന്നും ഇതുപോലെ ഓരോ ഉരുളയാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊസറല്ല ചീസിൽ നിന്നും കുറച്ചെടുത്ത് ഇതിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഇത് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ചീസ് ബോൾസ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ചീസ് ബോൾസ് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇനി നടുവിലായിട്ട് അല്പം മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി നമ്മുടെ ചീസ് ബോൾസിന് നമുക്കൊരു കോട്ടിങ് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദ മാവിൽ അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച ചീസ് ബോൾസ് ഓരോന്നായി ഇതിലിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. കോട്ട് ചെയ്തെടുത്ത ശേഷം ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ എല്ലാ ചീസ് ബോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ വെക്കാതെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചീസൊക്കെ പുറത്തേക്ക് പോവും. അപ്പോൾ എന്തായാലും 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് മാത്രമേ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചീസ് ബോൾസ് ആയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഓരോ ചീസ് ബോൾസും ബ്രൗൺ നിറമാവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം.
ഞാൻ എല്ലാ ചീസ് ബോൾസും ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചീസ് ബോൾസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുമുള്ള ഒരു സ്നാക്കാണിത്. പെട്ടെന്ന് തന്നെ വീട്ടിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പൊട്ടറ്റോയും ചീസും മല്ലിയിലയും മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാവുന്ന ടേസ്റ്റിയായ ഒരു സ്നാക്കാണിത്. നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും വേറൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും